അഭിലാൽ തുടരുന്നുണ്ട്. അഭിലാൽ, ഈ കേസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില മുന്നോട്ട് പോക്കുകൾ നടത്തേണ്ടതുണ്ട് അന്വേഷണ സംഘത്തിന്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ വിദേശ രാജ്യത്താണ് പരാതിക്കാരി ഉള്ളത്. അവർ നേരിട്ട് മൊഴി നൽകിയിട്ടില്ല. വീഡിയോ കോൺഫറൻസ് വഴി മൊഴി രേഖപ്പെടുത്താൻ കഴിയുന്നതിൻ്റെ സാധ്യത പരിഗണിക്കുകയാണ്. നേരിട്ടെത്തിയിട്ടില്ല എന്ന പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. അന്വേഷണ സംഘം ഇപ്പോൾ ആലോചിക്കുന്നത് എന്തൊക്കെയാണ്? ഇന്നലെ ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ തന്നെ വിശദമായ മൊഴിയുടെ വീഡിയോ റെക്കോർഡിംഗ് CD-യിലാക്കി പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇതടക്കം കോടതി ഈ ഘട്ടത്തിൽ വിശദമായ പരിശോധനയ്ക്ക് കൂടി വിധേയമാക്കിയ ശേഷമാണ് വിധി ഇത്തരത്തിൽ ഉള്ളതായി തീരുന്നതിന് ഒരു ഘടകമായി മാറിയിട്ടുള്ളത് എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. മാത്രവുമല്ല, ആദ്യം ഈ കേസ് പരിഗണിച്ച ദിവസം, അതായത് ചൊവ്വാഴ്ച ദിവസം ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ കോടതി തന്നെ പ്രതിഭാഗം അഭിഭാഷകരോട് ചോദിച്ചു, എന്തുകൊണ്ട് പ്രതി അറസ്റ്റ് മെമ്മോയിൽ ഒപ്പിട്ടില്ല? മാത്രവുമല്ല, പ്രോസിക്യൂഷൻ വാദിച്ചു അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒന്നും തന്നെ പ്രതി സഹകരിക്കുന്നില്ല. ഈ വിഷയങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലേക്ക് വിധിയെ എത്തിക്കുന്നതിന് കാരണമായി മാറിയിട്ടുണ്ട്. അതായത് കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തുടക്കം മുതൽ തന്നെ നിഷേധാത്മകമായ ഒരു നിലപാടാണ് ജനപ്രതിനിധി കൂടിയായിട്ടുള്ള ആൾ സ്വീകരിക്കുന്നത്. മാത്രമല്ല, നിയമനിർമ്മാണ സഭയിലെ അംഗമായിട്ടുള്ള ആളാണ് ഈ പ്രതിയായിട്ടുള്ള ആൾ. അതുകൊണ്ട് തന്നെ നിയമവുമായി, അതോടൊപ്പം രാജ്യത്തെ നിയമ സംവിധാനങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ആൾ ഇത്തരത്തിൽ അറസ്റ്റ് മെമ്മോയിൽ ഒപ്പിടുന്നില്ല എന്ന് സൂചിപ്പിക്കുമ്പോൾ അത് വളരെ വ്യക്തമാണ്, ക്ലിയറാണ്. അദ്ദേഹം നിയമവുമായി ബന്ധപ്പെട്ട നടപടികൾ അല്ലെങ്കിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സഹകരിക്കുന്നില്ല എന്നുള്ളത്. ഇത് കോടതിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയായി ബോധ്യപ്പെടുകയും മജിസ്ട്രേറ്റ് തന്നെ പ്രതിഭാഗത്തോട് ഇത്തരത്തിലുള്ള കാര്യം ചോദിക്കുകയും ചെയ്ത സ്ഥിതിയുണ്ടായി. എന്ത് കാര്യത്താലാണ് നിങ്ങൾ എതിർക്കുന്നത് ഈ കസ്റ്റഡി അപേക്ഷയെ എന്നുള്ളതായിരുന്നു. അതായത് അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡി അപേക്ഷ എന്തുകൊണ്ട് നിങ്ങൾ എതിർക്കുന്നു എന്നുള്ള ചോദ്യത്തിന് കസ്റ്റഡിയും അറസ്റ്റും അടക്കമുള്ള കാര്യങ്ങൾ നിയമവിരുദ്ധമാണ്, അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല എന്നുള്ളതായിരുന്നു ആദ്യ ദിവസം കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച ഘട്ടത്തിൽ പ്രതിഭാഗത്തിൻ്റെ നിലപാട്. എന്തായാലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ചെറിയ തോതിലുള്ള നിയമപരമായ അല്ലെങ്കിൽ നടപടിക്രമങ്ങളിലെ ചെറിയ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിമർശനങ്ങൾ പൊതുസമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ പോരായ്മകൾ കണ്ടെത്തി അത് ഏതൊക്കെ തരത്തിൽ പരിഹരിക്കാൻ കഴിയുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ആലോചനയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ അന്വേഷണ സംഘം ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെയാണ് പരാതിക്കാരിയിൽ നിന്നും അപേക്ഷ വാങ്ങി അത് പ്രോസിക്യൂഷൻ തന്നെ കോടതിയിൽ ഹാജരാക്കുന്ന സ്ഥിതി ഉണ്ടായി. കാരണം വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന തനിക്ക് വളരെ വേഗത്തിൽ നാട്ടിലെത്തുന്നതിനോ കോടതിയിൽ നേരിട്ടെത്തി രഹസ്യമൊഴി നൽകുന്നതിനോ സാധിക്കാത്ത സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ നേരിട്ട് മൊഴി നൽകി അതിൽ ഒപ്പ് രേഖപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതിനാൽ ഇന്ത്യൻ എംബസിയുടെ സഹകരണത്തോടെയും സഹായത്തോടും കൂടി തൻ്റെ മൊഴി വീഡിയോ കോൺഫറൻസിംഗ് വഴി കോടതി രേഖപ്പെടുത്തണമെന്നുള്ള അപേക്ഷയാണ് 31 വയസ്സുകാരിയായിട്ടുള്ള പരാതിക്കാരി ഇന്നലെ പ്രോസിക്യൂഷൻ മുഖേന കോടതിയെ സമർപ്പിച്ചത്. എന്നാലും ആ വിഷയത്തിൽ കോടതി എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് ഈ കേസ് അന്വേഷണത്തെയും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷന്റെ ഭാവി നിലപാടുകളെയും ഒരുപക്ഷെ ഈ കേസ് വിചാരണ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അടക്കം കോടതിയിൽ നിന്നുള്ള നേരിട്ടുള്ള അനുമതി വാങ്ങി ഇത്തരത്തിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തി എന്നുള്ളത് നിയമപരമായ ഒരു പിടിവള്ളിയായി പ്രോസിക്യൂഷന് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് മാറാനുള്ള സാധ്യത കൂടി കണ്ടുകൊണ്ടാണ് കോടതിയെ സമീപിച്ചുകൊണ്ട് ആ രീതിയിലുള്ള നീക്കത്തിലേക്ക് നടക്കുന്നത്. ഒരുപക്ഷെ അത്തരത്തിൽ കോടതിയുടെ ഒരു ഇടപെടലില്ലാതെ ഇത്തരത്തിൽ കാര്യങ്ങൾ നീക്കിക്കൊണ്ട് പോയാൽ അത് ഭാവിയിൽ വിചാരണ ഘട്ടത്തിൽ തിരിച്ചടിയാകാനും അത് പ്രതിഭാഗത്തിന് അനുകൂലമായ വിധി സമ്പാദിക്കുന്നതിന് കാര്യങ്ങളെ എത്തിക്കാനും ഒക്കെ തന്നെ ഇടയാകും എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി അന്വേഷണ സംഘത്തിനൊപ്പമുണ്ട്. അതായത് പരമാവധി വേഗത്തിൽ അനുകൂലമായ സാധ്യമായ സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെയാണോ അവ എന്തൊക്കെയാണ് എന്ന് വിലയിരുത്തി അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കാൻ നിയമപരമായി തന്നെ മുന്നോട്ട് പോവുകയാണ് അന്വേഷണ സംഘം. എന്തായാലും ഇന്നലെ സമർപ്പിക്കപ്പെട്ട മൊഴിയുടെ വീഡിയോ ക്ലിപ്പിംഗ് അടങ്ങിയ CD കോടതി പരിശോധിച്ചിട്ടുണ്ട്. കോടതി പരാതിക്കാരി നേരിട്ട് പറയുന്ന ഒരു ഫീലോട് കൂടി ആ കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ട്. അതുതന്നെയായിരിക്കും തീർച്ചയായും ഈ കേസിൽ നിർണായകമാവുകയും ആദ്യഘട്ടത്തിൽ തന്നെ സമർപ്പിക്കപ്പെട്ട അപേക്ഷയിൽ വിശദമായ വാദം കേട്ട ശേഷം പ്രതിഭാഗം ഉന്നയിച്ച കാര്യങ്ങൾക്ക് മുഖവിലയ്ക്ക് എടുക്കേണ്ടതില്ല, പ്രോസിക്യൂഷന്റെ നിലപാടാണ് ശരി എന്ന് വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കോടതി വിധി പറഞ്ഞിട്ടുണ്ടാവുക. തീർച്ചയായും ഇന്നലെ സമർപ്പിക്കപ്പെട്ട അപേക്ഷയിൽ കോടതി എന്ത് ഉത്തരവ് നൽകുന്നു എന്നുള്ളത് ഇനി പ്രധാനമാണ്. കാരണം വീഡിയോ കോൺഫറൻസിംഗ് വഴി ഇതേ കോടതി തന്നെയാണ് പരാതി അംഗീകരിച്ച് ഉത്തരവിടുകയാണെങ്കിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തേണ്ടത്. ഇത് ആദ്യഘട്ടത്തിൽ സാധാരണഗതിയിൽ ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട കേസുകളിലൊക്കെ തന്നെ ചെയ്യേണ്ടതാണ്. അവയൊന്നും തന്നെ ചെയ്യുന്നില്ല എന്ന പൊതുവായ വിമർശനം കൂടി ഉയർന്ന പശ്ചാത്തലത്തിൽ കോടതിയുടെ ഉത്തരവിന് തീർച്ചയായും പ്രാധാന്യമുണ്ട്. എന്തു തന്നെയായിരിക്കും കോടതിയുടേത് എന്നുള്ളത് തന്നെയാണ് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കേണ്ടത്.